പ്രതീക്ഷയാണ്. ഒരു ന്യായമായ കാര്യത്തിന് വേണ്ടി ഒരു ഡിമാൻഡ് വെച്ചുകൊണ്ട് സമരരംഗത്തേക്ക് ഇറങ്ങിയാൽ പൊതുസമൂഹം പിന്തുണച്ചുകൊണ്ട് വരുമെന്നുള്ളതിന്റെ യഥാർത്ഥമായൊരു മാതൃകയാണ് ഈ സമരം എന്ന് ഞങ്ങൾ വിലയിരുത്തുന്നത്. അതുകൊണ്ട് സമരം നിർത്തുക എന്ന് പറയുന്നത് ഞങ്ങളുടെ ഒരു അജണ്ടയിലേ ഇല്ല. സമരം പൂർവാധികം ശക്തിയായി മുന്നോട്ട് തന്നെ പോകണമെന്നും നമ്മൾ ഏറ്റവും ഒടുവിൽ വെച്ച ഒരു ഫോർമുലയുണ്ട് ഗവൺമെന്റിന്റെ മുന്നിൽ. ഇപ്പോൾ കിട്ടിക്കൊണ്ടിരിക്കുന്ന 7,000 രൂപയാണ്. ഒരു 14,000 രൂപയുടെ വർധനമാണ് ഞങ്ങൾ ആവശ്യപ്പെട്ടത്. അതിൽ 3,000 രൂപ, ഒരു ദിവസം 100 രൂപ എന്ന നിരക്കിൽ 3,000 രൂപ അടിയന്തരമായി വർദ്ധിപ്പിച്ചുകൊണ്ട് വിരമിക്കൽ പ്രായത്തെ സംബന്ധിച്ചും ആനുകൂല്യത്തെ സംബന്ധിച്ചുള്ള തീരുമാനം അടിയന്തരമായി എടുത്തുകൊണ്ട് മറ്റെല്ലാ വിഷയങ്ങളും ആശാവർക്കർമാരുടെ ജോലി സംബന്ധമായി സേവനത്തെ സംബന്ധിച്ച് വ്യവസ്ഥയൊക്കെ ഉണ്ടാക്കേണ്ടുന്ന 100,000 കാര്യങ്ങളുണ്ട്. ഇന്ന് രാവിലെ മുതൽ ചർച്ച ചെയ്യുമ്പോൾ ഓരോ PHSകളിലും ഓരോ രീതിയിലാണ് കാര്യങ്ങൾ നടക്കുന്നത്. അതിനൊരു ഏകീകൃതമായ ഒരു വ്യവസ്ഥയില്ല. അത്തരം വ്യവസ്ഥകളെല്ലാം ഉണ്ടാക്കിയെടുക്കാനുള്ള കാര്യങ്ങളായി നമ്മളുടെ കമ്മിറ്റി സർക്കാർ ഫോം ചെയ്യുമെന്ന് പറയുന്ന ആ കമ്മിറ്റി അതിനുവേണ്ടി മാത്രം മാറ്റിക്കൊണ്ട് ആദ്യം പറഞ്ഞ 2 ഡിമാൻഡുകൾ നേടിയെടുത്തിട്ട് മാത്രമേ ഈ സെക്രട്ടേറിയറ്റ് നടന്ന ഈ സമരം അവസാനിപ്പിക്കുമെന്നുള്ള പ്രഖ്യാപനമാണ് നമ്മുടെ കമ്മിറ്റി ഉണ്ടായത്. ഞങ്ങൾ ഈ ടാർപോളിൻ കെട്ടുന്നറിയാം. നിരാഹാര സമരം തുടങ്ങിയതിനു ശേഷമാണ് ഞങ്ങൾ 25 ദിവസമായിട്ടുള്ളൂ ഈ ടാർപോളിൻ വലിച്ചു കെട്ടിയിട്ട്. ഭയങ്കരമായ ചൂടാണ് അതിനെ കുറിക്കാതെ. കാരണം അതിശക്തമായ മഴ പെയ്യുമ്പോൾ നിരാഹാരം കിടക്കുന്ന ആളുകളെ കൊണ്ട് കട്ടിലുമെടുത്ത് ഞങ്ങൾക്ക് ഓടിപ്പോകാൻ പറ്റില്ല എന്നതുകൊണ്ടാണ് ഞങ്ങൾ അത് കെട്ടിയത്. അപ്പോൾ വളരെ ഒരു മിനിമം സൗകര്യത്തിലാണ് ഞങ്ങൾ ഇരിക്കുന്നത്. പക്ഷേ അതൊന്നും ഞങ്ങളുടെ സമരവീര്യത്തെ ചോർത്തുകളയില്ല, തളർത്തില്ല എന്ന ഉത്തമമായ തിരിച്ചറിവാണ് ഞങ്ങൾ ഇന്ന് എന്താണ് ഒരു ഫിസിക്കൽ മീറ്റിംഗിലൂടെ ഞങ്ങൾക്ക് ഇന്ന് മനസ്സിലാക്കിയെടുക്കാൻ പറ്റിയത്. അതുകൊണ്ട് ഒരു ഇഞ്ചും പിന്നോട്ടില്ല. എത്ര കടികട്ടിയാൽ, എത്ര മർക്കടപുഷ്ടി കാണിച്ചാൽ പോലും, എത്രയേറെ ഇനി അതിക്രമങ്ങൾ ഉണ്ടായിരിച്ചില്ലേ അതിനെ ഒന്നും തെല്ലും വകവെക്കാതെ ഞങ്ങൾ ശക്തമായ പ്രതിഷേധമായി മുന്നോട്ട് പോയി ഈ ഡിമാൻഡ് നേടിയെടുക്കും വരെ ഈ സെക്രട്ടേറിയറ്റ് നടയിൽ ഉണ്ടാകുമെന്നും ഇതിനോടനുബന്ധിച്ച്